എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. റവ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇത്. ഓയിലൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ ആണെങ്കിലും ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു തരിയോട് കൂടിയിട്ടല്ല ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ ഞാൻ ഈ ഒരു റവ ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് നമ്മളിപ്പോൾ ഈ പൊടിച്ചെടുത്ത റവ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. റവ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ റവ ഒന്ന് വറുത്തിട്ടെടുക്കാം. തീ നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ചിട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇതിന്റെ കളറൊക്കെ അങ്ങ് ഒരുപാട് മാറിപ്പോവും. അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് റവയും ഞാൻ ഇവിടെ നിന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്ത റവ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ നിലക്കടല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ച നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ നമ്മളൊന്ന് വറുത്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ പച്ച ഈ കടലയ്ക്ക് പകരം റോസ്റ്റഡ് നിലക്കടല വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഈ നിലക്കടല ഇവിടെ നിന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമുക്ക് അതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ നെയ്യിലേക്ക് ഞാനിവിടെ ഒരു 2 ഏത്തപ്പഴം ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ 2 ഏത്തപ്പഴമാണ് കേട്ടോ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. പഴം എടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് ഞാൻ ഈ ഒരു പഴവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. പഴം നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വഴണ്ടി കിട്ടണേ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ പഴം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചെറിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഒരു 4 ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഴമൊക്കെ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ ഒരു 2 അച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്. മധുരം ഒരുപാട് വേണ്ടാത്തവരാണെങ്കിൽ ഒരു 1.5 അല്ലെങ്കിൽ ഒരു 1.25 അച്ച് ശർക്കര നമ്മൾ എടുത്താൽ മതി. ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ ശർക്കരയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ശർക്കര നമ്മൾ ഉരുക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് കരടുകളൊക്കെ കാണും. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ആ വറുത്തെടുത്ത നിലക്കടലാണ്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളിത് ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരു പൊടിയിലേക്ക് നമുക്ക് ഈ ഒരു നിലക്കടല ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴറ്റിയെടുത്തിരിക്കുന്ന ഒരു നേന്ത്രപ്പഴവും തേങ്ങയുടെ ഒരു മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനിയാണ് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ഒരു ശർക്കര ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കര ഞാനൊരു അരിപ്പേരിയോട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിരിക്കുന്നതാണ്. ആദ്യമേ തന്നെ മുഴുവനായിട്ട് നമ്മൾ ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാതെ ഒരു 2-3 തവണയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനി മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പലഹാരത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുത്താൽ മാത്രം മതി. ഇതുപോലൊരു കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ അത്യാവശ്യം കുഴിയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചിട്ടെടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നന്നായിട്ട് ഓയിലോ നെയ്യോ തേച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നെയ്യൊന്ന് ആക്കി കൊടുക്കുകയാണ്. പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നല്ലപോലെ തന്നെ നെയ്യൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ആവിയിൽ വേവിച്ചിട്ടെടുക്കുന്നത് ഇതുപോലൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ്. സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വേവിച്ചിട്ടെടുത്താൽ മതി. ഇഡ്ഡലി പാത്രത്തിൽ അത്യാവശ്യം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു പാത്രം കൂടെ വെച്ച് കൊടുക്കുകയാണ്, കറക്റ്റ് ഒന്ന് ലെവലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ലപോലെ ഇതുപോലെ ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ മുഴുവൻ മാവും നമ്മൾ ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളിത് ചെറിയ കുഞ്ഞു പാത്രങ്ങൾ ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കാതെ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. പിന്നെ ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മളെടുക്കുന്ന പാത്രങ്ങളുടെ അനുസരിച്ചാണ് നമുക്കിത് വെന്ത് വരുന്ന ഒരു സമയം. അപ്പോൾ ഇതൊരു 35-40 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അകം നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതിവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അകം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിന് സ്വല്പമെങ്കിലും മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അകം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയില്ലെന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ വന്നാൽ കുറച്ച് നേരം കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. അതുപോലെ തന്നെ നന്നായിട്ട് ഈ ഒരു പാത്രത്തിലിരുന്ന് തണുത്ത് വന്നതിന് ശേഷം മാത്രം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇതങ്ങ് എടുക്കുകയാണ്. ഈ ഒരു അടിയിലിട്ടിരിക്കുന്ന ബട്ടർ പേപ്പറും കൂടെ നമുക്കങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. ഈ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നതിന് പകരം വാഴയില നമ്മൾ എടുക്കുന്ന ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഓയിലോ നെയ്യോ തൂത്ത് കൊടുത്താലും മതി. റവയും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കാണാനൊരു ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് റൗണ്ടിൽ ഞാൻ കുറച്ച് പിസ്ത ഇതുപോലെ പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഓയിലും ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.